നമസ്കാരം. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായ കമൽനാഥ് ബിജെപിയിലേക്ക് എന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുന്നു. ബിജെപി നേതൃത്വവുമായി കമൽനാഥ് ചർച്ചകൾ ആരംഭിച്ചുവെന്നും അതേസമയം തന്നെ കമൽനാഥിനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ തീവ്ര ശ്രമങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുമാണ് ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മധ്യപ്രദേശിൽ നിന്നും ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി സംസ്ഥാനത്ത് കോൺഗ്രസ് തിരികെ വരില്ല എന്നുള്ള ഒരു വിശ്വാസം കമൽനാഥിന് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ബിജെപിയിലേക്ക് എത്തുകയാണെങ്കിൽ സംസ്ഥാനത്തെ ഒഴിവ് വരുന്ന 4 രാജ്യസഭാ സീറ്റുകളിൽ ഒന്ന് കമൽനാഥിന് നൽകും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകനായ നകുൽനാഥിന് ലോക്സഭാ സീറ്റും അതിനോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി പദവിയും ബിജെപി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ചിന്ദ്വാര സീറ്റിൽ നിന്നും നകുലിനെ മത്സരിപ്പിക്കുമെന്ന് തന്നെയാണ് ബിജെപി പറയുന്നത്. 1980 മുതൽ 2019 വരെ 9 തവണ കമൽനാഥ് പ്രതിനിധീകരിച്ച മണ്ഡലം കൂടിയാണ് ചിന്ദ്വാര എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ മോഹൻ യാദവ് ബിജെപിയുടെ ദേശീയ നേതൃത്വം, ദേശീയ അധ്യക്ഷനായ JP നദ്ദയും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തിയത്. ആ സമയത്ത് ആരൊക്കെയാണ് സംസ്ഥാനത്ത് നിന്നും ബിജെപിയിലേക്ക് എത്താൻ സാധ്യതയുള്ളവർ എന്നതിനെ കുറിച്ചുള്ള ഒരു പട്ടിക നൽകിയിരുന്നു. ഈ പട്ടികയിലാണ് കമൽനാഥിന്റെയും മകന്റെയും പേര് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന വിവരം കൂടി വരുന്നുണ്ട്. അതേസമയം തന്നെ കമൽനാഥിനെ കൂടാതെ രാജ്യസഭാ MP ആയ വിവേക് തൻഖയും ബിജെപിയിലേക്ക് എത്തുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ മധ്യപ്രദേശിൽ നിന്നും വ്യാപകമായി തന്നെ അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഗാന്ധി കുടുംബവുമായി ഏറെ അടുപ്പം പുലർത്തുന്ന കമൽനാഥ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപി പാളയത്തിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായും അത് കോൺഗ്രസിന് സമ്മാനിക്കാൻ പോകുന്ന തിരിച്ചടി വളരെ വലുതായിരിക്കും. എന്തായാലും നിലവിൽ ബിജെപിയുടെ കേന്ദ്രമന്ത്രിയും മുൻ കോൺഗ്രസ് നേതാവുമായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ അഭിപ്രായം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം നേരത്തെ ഈ ജ്യോതിരാദിത്യ സിന്ധ്യയും അതിനോടൊപ്പം കമൽനാഥും തമ്മിലുള്ള അധികാര വടംവലിയെ തുടർന്നാണ് ജ്യോതിരാദിത്യ സിന്ധ്യ ബിജെപിയിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ കമൽനാഥ് വീണ്ടും ബിജെപിയിലേക്ക് എത്തുകയാണെങ്കിൽ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അഭിപ്രായം അവിടെ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നതാണ്. നിലവിൽ എന്തായാലും രാജ്യം ഒന്നടങ്കം ഉറ്റുനോക്കുന്നു. കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി, ഏറ്റവും മുതിർന്ന നേതാവ് തന്നെ ബിജെപി പാളയത്തിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായും അത് തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നായിരിക്കും. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.